ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഇന്ന് ആർക്കും സ്കൂളൊന്നുമില്ല, അതുപോലെ തന്നെ ഓഫീസും ലീവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ ഒരു സമാധാനത്തിൻ്റെ ഒരു ഡേ ആണ് സൺഡേ. ഇന്നപ്പോൾ അങ്ങനെ തിരക്കിട്ട് പണികളൊന്നും തീർക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് തന്നെ ദോശയാണ് ചുടുന്നത്. പിന്നെ ഞാൻ ദോശ ചുടാൻ വേറൊരു കാര്യമുണ്ട്. മീഷോയിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദോശ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓയിൽ ബ്രഷ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ടിലും കൂടെ വരുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് എനിക്ക് നല്ല ഉപകാരമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു ഡീമെറിറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ബ്രഷിൻ്റെ ആ ഒരു സിലിക്കൺ ഉണ്ടല്ലോ, അത് ഒരു ചീപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ചൂടാവുന്ന സമയത്ത് അത് ഉരുകി പോകുന്നുണ്ട്. മീഷോൻ്റെ പ്രോഡക്റ്റ് ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും കിട്ടും, ക്വാളിറ്റി കുറവുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആ പാത്രം ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു സിലിക്കൺ ഉണ്ടല്ലോ, അത് അതിൽ ഉരുകി പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ പാത്രത്തിലേക്ക് ഞാൻ ഓയിൽ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് വേഗത്തിലായിട്ട് അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അജ്മിയുടെ ബ്രാൻഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ അധികവും അജ്മിയുടെ ബ്രാൻഡാണ് ഉപയോഗിക്കാറുള്ളത്. അരിപ്പൊടി നല്ല പൊടിയാണ്. നമുക്കിനി ഇങ്ങനെ പൊടി കലക്കി പാരുന്ന അപ്പം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഒരു എക്സ്ട്രാ സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പൊടിക്കുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള മാവ് അധികം വെള്ളം പോലെയും അതുപോലെ തന്നെ അധികം ടൈറ്റായിട്ടും അല്ല കേട്ടോ റെഡിയാക്കേണ്ടത്. ഒരു പാകത്തിനുള്ളൊരു ലൂസായിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതവിടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. പക്ഷേ സിലിക്കണിൻ്റെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ആ സംഭവം അത് ചൂടാകുമ്പോൾ ഉരുകി പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ചായൻ്റെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രവും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. കുഴപ്പമില്ല, നല്ലൊരു പാത്രം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മൂടിൻ്റെ ഭാഗത്തായിട്ട് ഒരു എക്സ്ട്രാ ഒരു ബോക്സായിട്ടും പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അങ്ങനെയാണ് കേട്ടോ അതിന് വരുന്നത്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് പൊന്തിക്കാൻ നോക്കിയിട്ട് കിട്ടണില്ല കേട്ടോ, എൻ്റെ കയ്യിൽ വെള്ളമായിട്ട് പൊന്തണില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ അപ്പത്തിലേക്ക് സ്പെഷ്യലായിട്ട് പറയുന്നത്
അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ നമ്മുടെ അടുക്കളപ്പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാനും പറ്റും. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒന്ന് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാക്കാനും പിന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കഴിവുകളൊക്കെ ഒന്ന് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അടുക്കളയിൽ തന്നെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പണിയെടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാനെങ്കിലും ഒരു അവസരം പോലും നമുക്ക് കിട്ടൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ രാവിലത്തെ റൊട്ടീന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.